നമുക്ക് ഏറ്റവും സ്പീഡിൽ റെൻഡറിങ് ഔട്ട് എടുക്കാൻ പറ്റുന്നത് ഏത് കൊഡാക്ക് വെച്ചിട്ടാണ് നോക്കാം. അല്ലെ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തു നേരെ ഡെലിവർ പേജിലേക്ക് പോകാണ്ട് കൊഡാക്ക് ബേസ് തരുന്ന ഒന്ന് H2 ആണ്, ഒന്ന് H2 ആണ്, പിന്നെ പ്രോറസ് ആണ്. ഈ മൂന്നിൻ്റെ ഔട്ട് നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് വേറെ മാറ്റങ്ങളൊന്നും വരുത്താതെ എടുത്ത് നോക്കാം അല്ലേ. അപ്പോൾ ഹൈപ്പർ ടെക്കിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ആദ്യം. ഇത് പുതിയതായിട്ട് വന്നൊരു ഓപ്ഷൻ ആണല്ലോ. രണ്ടാമത് H265 ആണ്, അതിലും മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല, ആഡ് ചെയ്യാണ്. പ്രോറസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മൂന്നും സെലക്ട് ചെയ്തിട്ട് റെൻഡർ റോൾ കൊടുക്കുകയാണ്. നമുക്ക് H264 വരുന്നത് 40 സെക്കൻഡ് കൊണ്ടാണ്, പക്ഷേ പ്രോറസ് വരുന്നത് 2 മിനിറ്റും 40 സെക്കൻഡ് കൊണ്ടാണ്. ഇനി നമുക്ക് H265 എങ്ങനെയാണ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 20 മിനിറ്റും 39 സെക്കൻഡുമാണ് ഒക്കെയാണ് ഓൾമോസ്റ്റ് പറയുന്നത്. എന്തായാലും താഴേക്ക് വരില്ല. ഏറ്റവും സ്പീഡിൽ നമുക്ക് ഔട്ട് തരുന്നത് H264 ആണ്. അതുപോലെ ഏറ്റവും കുറഞ്ഞ സൈസ് തരുന്നത് H265 ആണ്, പക്ഷേ ഒരുപാട് ടൈം എടുത്താണ് റെൻഡർ ചെയ്യുക. പിന്നെ പ്രോറസിൽ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഒരുപാട് വലിയ സൈസാണ് വരുന്നത്, പക്ഷേ സ്പീഡ് റെൻഡറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ കണ്ടു നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.